അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാള് പള്ളിയിൽ വെച്ചോണ്ടിരിക്കുമ്പോൾ ഒരാൾ കണ്ട് മുഴുവെടുത്തിട്ട് പള്ളിയെ കയറിയിട്ട് അയാൾ നിസ്കരിച്ചിട്ട് നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ട വന്നിട്ട് നബി തങ്ങൾ സലാം ചൊല്ലും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം മടക്കി ചൊല്ലി ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി. നിങ്ങൾ പോയിട്ട് നിസ്കരിക്കറു, നിങ്ങൾ നിസ്കരിച്ചത് സമായിട്ടില്ലാണ് ശരി. അയാൾ പിന്നെ പോയിട്ട് അയാൾ നിസ്കരിച്ചിട്ട് പാടെ പണ്ട് നബി തങ്ങൾ സലാം ചൊല്ലും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ല് ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി. നീ പോയിട്ട് പാടെ നിസ്കരിച്ചു വാ, നിന്റെ നിസ്കാരം സമായിട്ടില്ല. അങ്ങനെ 3 വട്ടം ഇത് റിപ്പീറ്റ് ആവും. അയാൾ കൊണ്ടോട് ನನ್ನ നിസ്കാരത്തിൽ എന്തോ ഫോൾട്ട് ഉണ്ട്. അപ്പൊ അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിനയത്തോട് കൂടി ചൊല്ലും, നബിയെ നക്ക് നിസ്കരിക്കോ കാട്ട് കൊന്നില്ല, നക്ക് നീ നിസ്കാരം പരിപാടി തരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് നിസ്കരിച്ച നിസ്കാരത്തെ കറക്റ്റായ റൂപ പരിപാടി കൊടുക്കും. എല്ലാതിന്റെ ഫർളും ഷർത്തും കറക്റ്റായിട്ട്. അങ്ങനെ ഹദീസിൽ നമുക്ക് കാണുന്നത് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു അക്ബർ കൈ കെട്ടിട്ട് സലാം വീട്ടത്തുള്ളതായ എല്ലാ വിഷയ പരിപാടി അതിൽ 4 വട്ടം 4 വട്ടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹത്താ തത്മഇന്ന ആവർത്തിച്ചു. എന്തായിരിക്കും ഹത്താ തത്മഇന്ന ചെന്നെങ്കിൽ നമുക്ക് തോന്നുന്നു നിസ്കാരത്തിൽ 4 ഫർളിൽ ഉണ്ടല്ലേ, അതിൽ 8ാമത്തെ ഒരു ഫർളായിട്ട് തുമൈനീനത്ത് അടങ്ങി താമസിക്കണം. ചെറുത് മദ്രസയിൽ പഠിച്ച് അടങ്ങി താമസിക്കണം. അതായത് നിസ്കാരത്തിൽ നിങ്ങൾ റുക്കൂ പോകുമ്പോൾ സമയല്ലാഹു ലിമൻ ഹമിദ ചെന്നിട്ട് ഇത്തിദാൽ വരുമ്പോൾ തിരിച്ചിട്ട് പിന്നെ സുജൂദ് പോകുമ്പോൾ സുജൂദ് എളിൽ ദയിക്കുമ്പോൾ എല്ലാം ഞങ്ങൾക്ക് തുമൈനീനത്ത് നിർബന്ധമായിരിക്കും. ചെന്നെങ്കിൽ അടങ്ങി താമസിക്കണം. ചില ആൾമാർ നിസ്കരിക്കുമ്പോൾ റുക്കൂ പോകണ്ടോ എനിക്കിടാറ് അവിടെ അടങ്ങി താമസിക്കലില്ല. സമയല്ലാഹു ലിമൻ ഹമിദ ചെല്ലാറ് പെട്ടെന്ന് സുജൂദ് പോകണ്ടാറ്. അപ്പൊ അതൊരു യാന്ത്രികമായ നിലക്ക് എന്നില്ല, അവിടെ നിക്കലില്ല, സ്റ്റോപ്പില്ല, നോൺ സ്റ്റോപ്പ് പോലെ. ഇത് ആയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മെയിനായിട്ട് ആ മനുഷ്യരെ നിസ്കാര സമയമില്ല ചെലവ് കാരണം. അപ്പൊ ഇന്ന് നിങ്ങളെ പല ആൾമാരുടെ നിസ്കാരം ഈ ടൈപ്പിലായിരിക്കും. ഇത് ഒരിക്കലും തീരാ. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുഖറത്തിൽ ഗുറാബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ കാക്കി കൊത്ര പോലത്തെ നിസ്കാരത്തെ തങ്ങ വിരോധിച്ചിട്ട്, കാക്കി കൊത്രനെ കാക്കി ഇങ്ങനെ കൊത്രല്ലേ, അതുപോലെ റുക്കു പോകേണ്ട എനിക്കിടെ സുജൂദ് പോകേണ്ട എനിക്കിടെ ഇങ്ങനെ നിസ്കരിക്കല്. അതായത് ഫാസ്റ്റ് തുമൈനത്തിൽ അടങ്ങി താമസിക്കലില്ല. ഈ നിസ്കാര വാസ്തവത്തിൽ അത് ബാത്തിലായിട്ടിക്കട്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരത്തിൽ ഫർളായിട്ടിക്കട് അടങ്ങി താമസിക്കൽ. അതില്ലാണ്ടായെങ്കിൽ നിസ്കാര ബാത്തിലാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പ്രത്യേകമായിട്ട് നിസ്കാരത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ടിക്കട് പിന്നെ തുമൈനീനത്ത് ചെല്ലത്. സമയല്ലാഹു ലിമൻ ഹമിദ ചെന്ന ചില ആൾമാർ ഇങ്ങനെ ആക്കിയിട്ട് കൈ എങ്ങനെ ആട്ടയിക്കട്, അല്ലെങ്കിൽ തൊപ്പി സമാക്കാറ്, അല്ലെങ്കിൽ ചില പാൻറ്റ് ഇങ്ങനെ മേലാക്കാറ്. ഇതെല്ലാം ആക്കുമ്പോൾ തീരാം. ഇതെല്ലാം ആക്കേണ്ടെങ്കിൽ ഇങ്ങനെ ആക്കുമ്പോൾ ഞങ്ങളെ കൈയെല്ലാം ഇങ്ങനെ അപ്പുറം ഇവർ പന്തത്, തല പന്തത്, ഞങ്ങളെ ശരീര പന്തത് ഇങ്ങനെ പഞ്ഞുണ്ടായെങ്കിൽ അവിടെ അടങ്ങി താമസിക്കാൻ ചെല്ലത് ഇല്ലാട്ടോ. അപ്പൊ ഒരു 2 സെക്കൻഡെങ്കിൽ ഞങ്ങൾ നിശ്ചലമായിട്ട് നിൽക്കണം. എല്ലാ ഫർളും 2 സെക്കൻഡ് നിൽക്കണം. അങ്ങനെയെങ്കിൽ ഞങ്ങൾ നിസ്കാര സമാവണം. നോക്കൂ, ഇന്നൊരു ഹദീസ് പിന്നെ നേരത്തെ ബഹുമാനപ്പെട്ട ഇബ്നു മാജ, അതുപോലെ തിർമിദി, പല ഗ്രന്ഥത്തിൽ നസായിലെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധ്യമായ ഒരു ഹദീസ് ആയിരിക്കും. ഇന്നൊരു ഹദീസ് നോക്കറും ബഹുമാനപ്പെട്ട പിന്നെ ബസ്സാർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് ആയിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്സലാത്തു സലാസത്തു അസ്സലാസ്, നിസ്കാരം ഏറ്റവും നിസ്കാരത്തിൽ 3 പിന്നെ പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട്. 3 ഭാഗത്തിലായിട്ട് യാറായിട്ട് മനുഷ്യന്മാർക്ക് സവാബ് കിട്ടുമോ സാധ്യ അവിടെയുണ്ട്. സവാബു സ്വലാത്തി മൂസഉൻ അലാ അദായി സലാസത്തിൽ 3 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഞങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ ഞങ്ങൾക്ക് അവിടെ നിസ്കാരത്തിൽ സവാബ് ധാരാളമായിട്ട് ഞങ്ങൾക്ക് കോരി വാങ്ങാൻ സാധ്യമാണ്. അതിൽ ഒന്നായിരിക്കും അത്തുഹൂറു, ഞങ്ങളെ ശുദ്ധിയാക്കുന്ന സമയം. ഞങ്ങൾ നിസ്കാരത്തെ പേരായിട്ട് ഒന്നും എടുക്കുമ്പോൾ അല്ലെങ്കിൽ കുളിക്കുമ്പോൾ ജനാബത്ത് കുളിക്കും. ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ഭയങ്കര ശ്രദ്ധിക്കും. നല്ല നമുക്ക് സവാബ് സമയമായിട്ടേക്ക് ആ തുഹൂർ, ആ ശുദ്ധിയാക്കൽ ചിലത് നിർവഹിച്ചില്ലെങ്കിൽ ഞങ്ങൾ നിസ്കാര വിഭാഗത്തിലോടും
അതുകൊണ്ട് അവിടെ ശ്രദ്ധിക്കണം. ആ ശ്രദ്ധിക്കലോ എത്രയുള്ള ശ്രദ്ധിക്കണം അവിടെ അത്രമാത്രം നമുക്ക് കൂലി എന്താണ് യാറെ കിട്ടുന്നത്. പിന്നൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെണ്ട് പിന്നൊന്ന് റുക്കു ആയിട്ടിരിക്കുന്നു. പിന്നെ റുക്കു അതുപോലെ സുജൂദ് ഈ നിക്കണതും അതുപോലെ അത്തയ്യാത്ത് പോണത് ഇവിടെല്ലാം മനുഷ്യ യാറെ എന്തെല്ലാം പണിയില്ല. നിന്റെ എഴുത്തല്ലേ പാത്തി ഒതുങ്ങിയിട്ട് അത്തയ്യാത്ത് ഒതുങ്ങിയിട്ട് ചെമ്മെന്ന് പണിയില്ല. പക്ഷെ റുക്കു ചെല്ലത് അള്ളാഹുടെ മുന്നിൽ ബഗ്ഗിട്ട് നിക്കണല്ലേ. ഒരു രാജാവുടെ മുന്നിൽ ഒരു പ്രജ ഇങ്ങനെ ബഗ്ഗി നിക്കണ ഇതുപോലെ ഞങ്ങൾ നിക്കണം. അപ്പോഴത്തിൽ പ്രയാസമുണ്ട്. നിങ്ങൾ ആ പ്രയാസം സഹിച്ചിട്ട് നല്ല സമാധാനത്തോടെ ഞങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ചെമ്മ കൂലിയായിരിക്കണം അവിടെ കിട്ടുക. അതുപോലെ സുജൂദ് അള്ളാഹുലേക്ക് ഏറ്റവും അടുക്കുന്നതായ ടൈമായിരിക്കും സുജൂദ് ചെയ്യുന്നത്. നല്ല ഏറ്റവും പവിത്രമായ ശിരസ്സിൽ അള്ളാഹുടെ മുന്നുള്ള നിലത്തുവിടേക്കണം. അപ്പൊ ആ സന്ദർഭത്തിലും അവിടെ അർജന്റ് ആക്കുമ്പോൾ തീരാം നല്ല സമാധാനത്തിൽ ഞങ്ങൾ സുജൂദ് ചെയ്യണം. പ്രത്യേകിച്ച് പിന്നെ ഏകാന്തമായി നിസ്കരിക്കുമ്പോൾ ആ സുജൂദിൽ ഞങ്ങൾക്ക് ബേനായതെല്ലാം അള്ളാഹുടെ കേൾക്കുമ്പോൾ അത് അവകാശമായിട്ടേക്കും. അപ്പൊ അവിടെ എല്ലാം ഞങ്ങൾ മൂളിൽ എണിക്കണമെങ്കിൽ അവിടെ നിസ്കാരത്തിന്റെ എഫക്റ്റോട് മാത്രമല്ല അത് പിന്നെ നിസ്കാര അള്ളാഹുടെ സ്വീകരിക്കുന്നത് സംശയം പോലെ ആയി പോകും. അതുകൊണ്ട് ധാരാളം ശ്രദ്ധിച്ചിട്ട് ഈ 3 പക്കത്തിൽ ഞങ്ങൾ നിർവഹനാക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ നിസ്കാരെല്ലാം അവൻ സ്വീകരിക്കുന്ന ഒരു അമലായിട്ട് അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അതിൽ എന്തെങ്കിലും യാരെക്കൊണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് മാഫാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.